പായസം ഒന്നും ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഞങ്ങള് റെഡിമെയ്ഡ് എല്ലാം കിട്ടുമല്ലോ. അപ്പൊ പിന്നെ അത് മേടിച്ചു കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും നല്ലത്. സമയവും ലാഭം, ഗ്യാസും ലാഭം. അതെ. മിൽമയുടെ ഒരുപാട് പ്രോഡക്ട്സ് ഇവിടെ ഇരിപ്പുണ്ട്. മിൽമയ്ക്ക് പേടയുണ്ട്, മിൽമയുടെ കുപ്പിയിൽ മിൽമയുടെ പനീറുണ്ട്, ഗീ, അതിവിടെ ഇരിപ്പുണ്ടല്ലോ. ഇവിടെ ഇല്ലാത്തതാ ഞാൻ വൈറ്റ്നർ. ബാക്കി ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ പായസം ഉണ്ടാക്കാം. റെഡിയല്ലേ? അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ നോക്കുന്നു ഉണ്ടാക്കാൻ. തീ കത്തിക്കുന്നു. ശരി ശരി, അടുപ്പെടുത്ത് അങ്ങോട്ട് വെച്ചല്ല, പാത്രം എടുത്ത് വെച്ചോളൂ. അടുപ്പെടുത്തോ? അടുപ്പുണ്ടല്ലോ, പാത്രം എടുത്ത് വെച്ചോളൂ. ഇപ്പൊ ഇൻസ്റ്റന്റ് വന്നുകൊണ്ട് വളരെ എളുപ്പമാണ് പണി. പിന്നെ അതിനേക്കാൾ എളുപ്പമുള്ള പരിപാടി വേറെ ഉണ്ട്. കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, പായസമായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും, കുടിച്ചാൽ മതിയല്ലോ. ശാലുവിന്റെ ലൈഫില് കിച്ചണിൽ കേറി കുക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എന്താണെന്ന് കൂടെ. പപ്പടം വറുത്തത്. ഇതിപ്പം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോ ഏകദേശം എത്ര ഗ്ലാസസ് ആണ്, എത്ര കിട്ടും? എന്നോടോ ഗ്ലാസ് പായസം കിട്ടും? ഒരു ഗ്ലാസ് കിട്ടിയാൽ ഞാൻ കുടിക്കൂന്നല്ല, വലിയ അവകാശം എനിക്കില്ല. സെറ്റായി അല്ലെ? ആ മണം വരുന്നുണ്ട്. സദ്യ ഇല്ലേ? നമുക്ക് സദ്യ ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ട് ഉണ്ടോ? 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 ചോദിക്കാം. മിൽമ പായസം വിഷസ് യു എ ഹാപ്പി ഓണം.